പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ആ നല്ല കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ആ നല്ല കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ചിരിയോടുകൂടെ ആമേൻ. കഴിഞ്ഞ ആഴ്ചത്തെ ആമേൻ ചിരിയൊന്നും ആമേൻ ഇന്ന് വൈകിയ വേളയിൽ ആരുടെയും ആമേൻ മുൻപിലില്ല. ചൂടിൻ്റെ ആധിക്യമാണോ അതോ ആമേൻ സന്താപക്കേടാണോ ആമേൻ അറിയത്തില്ല. പക്ഷേ ആമേൻ നമ്മുടെ സന്തോഷത്തെ നൽകി തരുന്ന കർത്താവ്, നമ്മുടെ വേദനകളെ മാറ്റുന്ന കർത്താവ്, നമ്മുടെ നിരാശകളെ എടുത്തു മാറ്റുന്ന നല്ല കർത്താവ് ഇന്ന് പകലിൽ ആമേൻ ഈ ഹാളിനകത്ത് വന്നിട്ടുണ്ട്. എത്ര പേർ അത് തിരിച്ചറിയുന്നു? പ്രൈസ് ദി ലോർഡ്. ആമേൻ. അനേകർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥാനത്ത്, പ്രൈസ് ദി ലോർഡ്, എന്നെ പോലുള്ള അനേകർ ആമേൻ പട്ടുപോയ സ്ഥാനത്ത് ഒരു കഴിവോ ഒരു യോഗ്യതയോ ആമേൻ ഇല്ലാത്ത എന്നെ തേടി വന്ന ആ സ്നേഹം, പ്രൈസ് ദി ലോർഡ്, നിന്നതല്ല, കർത്താവ് ഞങ്ങളെ കുടുംബമായി നിർത്തിയിരിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും പല സ്ഥാനങ്ങളിൽ വെച്ച് കുടുംബമായി ഞങ്ങളെ തകർത്ത് കളയുവാൻ പിശാച് പദ്ധതികൾ ഒരുക്കി, ഞങ്ങളെ ഒറ്റയ്ക്ക് വീഴ്ത്തിക്കളയുവാൻ പിശാച് പദ്ധതികൾ ഒരുക്കി. ആ സ്ഥാനത്തൊക്കെയും കരം പിടിച്ച് നടത്തിയ ആ നല്ല കർത്താവിനെ ഇന്ന് പകലിൽ ഒരിക്കൽ കൂടി സ്തുതിപ്പാൻ, ആയുസ് തന്ന കർത്താവിനെ, ആരോഗ്യത്തെ തന്ന കർത്താവിനെ ആമേൻ ഒരിക്കൽ കൂടി പാടി സ്തുതിപ്പാനും ദൈവവചനത്തിലൂടെ അറിയിക്കുവാനും ദൈവം തന്ന ആ മകൾ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ എൻ്റെ നല്ല കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മനോഹരമായ പാട്ടുകളൊക്കെ പാടി ആമേൻ നമ്മൾ കേൾക്കുമായിരുന്നു. തുടർന്നും ഒരു പാട്ടിൻ്റെ ഈരടികൾ പാടി ദൈവവചനം ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ലോർഡ്. സന്തോഷമുള്ള ഒരിക്കൽ കൂടി നല്ല കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ലോർഡ്. എത്ര സ്തുതിച്ചാലും എത്ര പാടിയാലും മതി വരാത്ത ആമേൻ വലിയ സ്നേഹം, ആമേൻ ഇത്ര വലിയ സ്നേഹം നൽകിയ ആമേൻ ഒരു വ്യക്തിയും ആമേൻ ലോകത്തില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇത്ര വലിയ ആമേൻ കരുണ നമ്മളോട് കാണിച്ചതായ ഒരു വ്യക്തിയും ആമേൻ നമ്മുടെ മുൻപിലില്ല. അങ്ങനെ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ നിങ്ങളുടെ കരമൊന്ന് ഉയർത്തിയാട്ടെ. ആമേൻ ആമേൻ. ദൈവം തന്ന സ്നേഹത്തെക്കാൾ, ആമേൻ ദൈവം ആമേൻ നമുക്കൊഴുക്കിയ ആ ക്രൂശിലെ സ്നേഹത്തെക്കാൾ ഉപരി ആമേൻ നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ ആരെങ്കിലും ഉണ്ടോ? പ്രൈസലോ. ആമേൻ. അങ്ങനെ നോക്കിയാൽ നമ്മൾ ആ സ്നേഹത്തിൽ സീറോയിൽ നിൽക്കേണ്ടി വരും. പ്രൈസലോ. ആമേൻ. അപ്പോൾ സ്നേഹത്തിൽ ഹീറോയായ ആ നല്ല കർത്താവിനെ ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഇന്ന് വൈകിവേളയിലും അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യം അതിൻ്റെ അവസാന ഭാഗവും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യം അതിൻ്റെ അവസാന ഭാഗം. 18 പ്രകാരം പറയുന്നു: ഇനി നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കയില്ല. നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്നും നീ പേർ പറയും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 20 അതിൻ്റെ അവസാന ഭാഗം പറയുന്നു: യഹോവ നിന്റെ നിത്യ പ്രകാശമായിരിക്കും, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകലിലും ദൈവവചനത്തിലൂടെ ആമേൻ ആമേൻ കർത്താവിന് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത്, ഇനി നിന്റെ ദേശത്ത് സാഹസം ഉണ്ടാകത്തില്ല. പ്രൈസ് ലോർഡ്. നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും വരികയില്ല. പ്രൈസ് ലോർഡ്. ഇന്നലെ വരെ, കഴിഞ്ഞ നിമിഷം വരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് ആമേൻ സാഹസവും കണ്ണുനീരും പ്രയാസവും കഷ്ടതയും ദുഃഖവും നിറഞ്ഞ ആമേൻ കാലഘട്ടമായിരുന്നെങ്കിൽ, ദൈവത്തിൻ്റെ വചനം യെശയ്യാ പ്രവാചകനിലൂടെ നിങ്ങളെ നോക്കി ആമേൻ ദൈവത്തിൻ്റെ ഈ ആത്മാവ് ദൂത് പറയുന്നത്, ഒന്നുകിൽ നിങ്ങളുടെ മിനിസ്ട്രി ആകാം, നിങ്ങളുടെ തൊഴിലാകാം, ബിസിനസ് ആകാം, നിങ്ങളുടെ കുടുംബജീവിതമാകാം, ആമേൻ നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖല ആകാം, എനിവേ ഏത് മേഖലയാകട്ടെ, ആമേൻ നിങ്ങളുടെ ജീവിതത്തെ നോക്കി കർത്താവ് പറയുന്നത്, ഇനി നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ആ ദേശത്ത് സാഹസം ഉണ്ടാകത്തില്ല. പ്രൈസ് ലോർഡ്. ആമേൻ. നിന്റെ അതിരിനകത്ത് ആമേൻ ആമേൻ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് ചെയ്തിരിക്കുന്ന ആമേൻ ആമേൻ ചുറ്റപ്പെടുത്തി നിൽക്കുന്ന ഒരു ബൗണ്ടറി ഉണ്ട്. പ്രൈസ് ലോർഡ്. ഒരു പിശാചിനും നിന്റെ കുടുംബത്തിനകത്ത് ആ ബൗണ്ടറി വിട്ട് ആമേൻ അകത്ത് കടപ്പാൻ കഴിയത്തില്ല. പ്രൈസ് ലോർഡ്. നിന്റെ അതിരിനകത്ത് ശൂന്യവും ആമേൻ നാശവും കേൾക്കയില്ല. ഇന്നലെ വരെ നിന്റെ ജീവിതത്തെ നോക്കി ലോകം വിളിച്ചു പറഞ്ഞേക്കാം, ഇങ്ങനെയൊരു ഗതികെട്ട ജീവിതം. പ്രൈസ് ലോർഡ്. ഇങ്ങനെയൊരു നാശത്തിൻ്റെ അവസ്ഥ, ഇങ്ങനെയൊരു കഷ്ടപ്പാടിൻ്റെ അവസ്ഥ, ഇങ്ങനെയൊരു ദുഃഖത്തിൻ്റെ ഭീകരതയുടെ അവസ്ഥ ലോകം പറഞ്ഞേക്കാം. പ്രൈസ് ലോർഡ്. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകിയ വേളയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൈമാറുന്ന ദൂതിത, ഇന്നലെ വരെ നിങ്ങളെ ലോകം ഒരു ശൂന്യമെന്നും ചപ്പെന്നും കുപ്പയെന്നും ആർക്കും പ്രയോജനമില്ലാത്തവരെന്നും പറഞ്ഞ് വലിച്ചെറിഞ്ഞേക്കാം. പ്രൈസ് ലോർഡ്. ഇന്ന് മുതൽ ആമേൻ നിന്റെ അതിരിനകത്ത് ആമേൻ നിന്റെ ജീവിതത്തിനകത്ത് അങ്ങനെയൊരു വാക്കിന് ആമേൻ യാതൊരുവിധ പ്രസക്തിയുമില്ല. നിന്റെ അതിരിനകത്തുള്ള ശൂന്യതകളെ, ആമേൻ നിന്റെ ബുദ്ധിമണ്ഡലത്തിനകത്തുള്ള ചില ശൂന്യതകളെ, നിന്റെ തലമുറയുടെ ഭാവിക്ക് നേരെയുള്ള ചില ശൂന്യതകളെ ആമേൻ സ്വർഗം ഇന്ന് വൈകിയ വേളയിൽ എടുത്തു മാറ്റുവാൻ പോകുന്നു. പ്രൈസ് ലോർഡ്. ആമേൻ. പിശാച് ഒരുക്കിയ അതിരുകളെ സ്വർഗം ആ ബൗണ്ടറീസുകളെ കട്ട് ചെയ്ത് മാറ്റുന്നൊരു പകല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും ആമേൻ ഇന്നലെ വരെ പിശാച് ആമേൻ വാദിച്ചത്, ആമേൻ നിന്റെ ജീവിതം നാശമാണ്, ആമേൻ സാഹസം നിറഞ്ഞതാണ്, ആമേൻ ശൂന്യത നിറഞ്ഞതാണെന്ന് പറഞ്ഞ നിന്റെ ജീവിതത്തിനകത്ത് ആമേൻ ഇനി മുതൽ സംഭവിക്കുന്നത് എന്താ? ആമേൻ നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്നും പേരാകും. പ്രൈസ് ലോർഡ്. ഇന്ന് പകലിൽ വ്യക്തമായി ചില വ്യക്തികളോട് പറയുന്ന ദൂതിത, നിന്റെ മതിലുകൾക്ക് രക്ഷ വരുവാൻ പോകുന്നു. നിന്റെ ജീവിതത്തിനകത്ത് ചില രക്ഷപ്പെടലിന്റെ ചില വാതിലുകൾ ലോകം ആമേൻ അടയ്ക്കുവാൻ
പദ്ധതി ഒരുക്കിയ ചില മതിലുകൾക്ക് രക്ഷ എന്ന പേര് വരുവാൻ പോകുക. ആമേൻ. ലോകം പൊളിച്ചെടുക്കുവാൻ നിന്ന നിന്റെ ആമേൻ മതിലുകൾക്ക് ഇന്നു മുതൽ സ്വർഗം അത് രക്ഷ എന്ന പേർ വിളിക്കുവാൻ പോകുക. വാതിലുകൾക്ക് സ്തുതി എന്ന പേര്. ആമേൻ. നിന്റെ അവസ്ഥയ്ക്ക്, നിന്റെ ആമേൻ പേരിന്, ആമേൻ ഇന്നു വരെ നീ കേട്ട പേരിന് അവനൊരു ചേഞ്ച് വരുത്തുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ വരെ ലോകം പറഞ്ഞത് അത് പരിഹാസത്തിന്റെ മതില്, അത് നിന്നയുടെ മതില്, അത് പരാജയത്തിന്റെ മതില്, അത് തോൽവിയുടെ മതില്. ആമേൻ. ഇന്ന് മുതൽ സ്വർഗം പറയുന്ന ദൂതിത, ആമേൻ, ആ മതിലുകൾക്ക് രക്ഷയെന്നും നിന്റെ വാതിലുകൾക്ക് അവൻ സ്തുതി എന്നും പേർ വരുത്തുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവസ്ഥകൾ മാറുവാൻ ഒത്തിരി സമയമൊന്നും വേണ്ട. ആമേൻ. ഒരു പീരീഡ് ഓഫ് ടൈം ആമേൻ നിന്നെ പിശാച് ബന്ധിച്ചു വെച്ചിരുന്നേക്കാം. പക്ഷെ സ്വർഗം പറയുന്നു ഇന്നു മുതൽ നിന്റെ മതിലുകൾക്ക് അവൻ രക്ഷ എന്ന പേരിന് അർഹത വരുത്തുവാൻ പോകുന്നു. ആമേൻ. നിന്റെ വാതിലുകൾക്ക് അവൻ സ്തുതി എന്ന പേര്, നിന്റെ തലമുറയുടെ പേരുകൾക്ക്, നിന്റെ തലമുറയുടെ ക്യാരക്ടറുകൾക്ക്, നിന്റെ ഭർത്താവിന്റെ ക്യാരക്ടറുകൾക്ക്, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥകൾക്ക് സ്വർഗം ഇന്നു മുതൽ ഒരു വലിയ വ്യത്യാസം ആമേൻ വരുത്തുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സേവിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാ. ഇന്ന് വൈകിട്ട് ഞങ്ങൾ മീറ്റിങ്ങിന് കടന്ന് ആമേൻ വരുമ്പോൾ അവൻ ഒരു സഹോദരിയുടെ നാവിൽ നിന്ന് കേട്ടതിതാ, ആമേൻ, മുന്നമേ ഞങ്ങൾക്ക് നിങ്ങളെ പരിചയപ്പെടുവാൻ കഴിഞ്ഞില്ലല്ലോ. ആമേൻ. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിച്ച നഷ്ടം ആമേൻ മാറിപ്പോകുമായിരുന്നു. ആമേൻ. ആമേൻ. പ്രാർത്ഥനയ്ക്ക് വന്ന അന്ന് മുതൽ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് സ്വർഗം വലിയ വ്യത്യാസം വരുത്തി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 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 അത് ചുമ്മാതല്ല പറഞ്ഞത്. നിന്റെ മതിലുകൾക്ക് അവൻ രക്ഷയെന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്നുള്ള പേരിന് സ്വർഗം ഇന്ന് മുതൽ ഒരു ആമേൻ വ്യത്യാസത്തെ വരുത്തി. ആമേൻ. ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന ചില കുടുംബങ്ങളുടെ ബന്ധനങ്ങളെ അവൻ അറുത്ത്, ചില താമ്രവാതിലുകളെ പൊടിച്ച്, ചില ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് സ്വർഗം ചില കുടുംബങ്ങൾക്ക് വേണ്ടി ചില വൻ കാര്യങ്ങളെ സ്വർഗം ചെയ്യുവാൻ പോകുക. ആമേൻ. ലോകം മുദ്ര കുത്തിയ പേരുകൾക്ക്, ലോകം വിധി എഴുതി തള്ളിയ ചില അവസ്ഥകൾക്ക്, ആമേൻ, ലോകം വിധി എഴുതി തള്ളിയ ചില അവസ്ഥകൾക്ക് ജൂഡവന വൈശമന ഹംദന ഹടകശിയംദനെ അൽഗൽ പ്രൗഢവന ദുരാജകൾ കടകശി. എന്നോട് പരിശുദ്ധാത്മ വീണ്ടും നിർബന്ധിക്കുന്നു, ലോകം വിധി എഴുതിയ, ലോകം അങ്ങനെ എഴുതിയ ചില അവസ്ഥകൾക്ക് സ്വർഗം ഇന്ന് പകലിൽ സ്തുതി എന്ന പേര് നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടുത്തുവാൻ പോവുകയാ. ജൂഡമന ശംതന വൈശ ഹദാരകശിയംദനെ വൈഡവന ധീവലകടക ശംതനാരകൾ പ്രൗഢവന. തെരഞ്ഞെടുപ്പുള്ള ആരൊക്കെയോ ഇതിനകത്ത് ശബ്ദം കേൾക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കിടക്കുന്ന ആരൊക്കെയോ ഇതിനകത്ത് ശബ്ദം കേൾക്കുന്നുണ്ട്. ഇന്ന് പകലിൽ മാതാവേ, പിതാവേ, നിന്റെ കുടുംബത്തിന്റെ പേരിനെ അവൻ മാറ്റുവാൻ പോകുന്നു. ആ നിന്ദിക്കപ്പെട്ട പേരിനെ അവൻ സ്വർഗം മാനിക്കുന്ന ലേബലിലേക്ക് അവൻ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നലെ വരെ നിന്റെ അതിരിനകത്ത് ആമേൻ സാഹസവും കണ്ണുനീരും ശൂന്യവും ആമേൻ പ്രതിസന്ധിയും കഷ്ടതയുമായിരുന്നുവെങ്കിൽ ആമേൻ സ്വർഗം പറയുന്നു അടുത്ത നിമിഷം മുതൽ ആമേൻ നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിന്റെ വാതിലുകൾക്ക് അവൻ സ്തുതി എന്നും ആമേൻ പേര് ചേഞ്ച് ചെയ്തു തരുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ഗതികേട് പിടിച്ച ജീവിതത്തെ ആമേൻ ഗതിയുള്ളവനാക്കി മാറ്റുന്ന ദൈവത്തിന്റെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവനൊരു വാക്ക് കൽപ്പിച്ചാൽ മതി നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ബന്ധനങ്ങൾക്ക് അകത്ത് നിന്ന് ആമേൻ ആമേൻ ചില കുടുംബത്തിനകത്തുള്ള ചില പാരമ്പര്യ ബന്ധനങ്ങൾ ആമേൻ നിന്റെ തലമുറയ്ക്ക് ആ ബന്ധനം കാരണം പുറത്തു വരുവാൻ കഴിയുന്നില്ല. നീ വിശ്വസിക്ക്, നീ പ്രാർത്ഥിക്ക്, ആ ബന്ധനങ്ങളെ പൊട്ടിച്ച് ആമേൻ ഹല്ലേലൂയ ആ ഇരുമ്പോടാമ്പലുകളെ തകർത്ത് നീ അനുഭവിച്ച കഷ്ടത നിന്റെ തലമുറയുടെ മേൽ വരുവാൻ അനുവദിക്കാതെ വേണോ. നിന്റെ തലമുറകളുടെ ഭാവികളുടെ ഗതികളെ അവൻ പേര് മാറ്റുവാൻ പോവുകയാണ്. ജുഡമ ഹദനഘടക ശംതനാരകൾ പ്രൗഢവന. ആമേൻ. ഹല്ലേലൂയ.
ആമേൻ. അതിന്റെ 20 ആമേൻ അവസാനം ഇപ്രകാരം പറയുന്നു, ആമേൻ, യഹോവ നിന്റെ നിത്യ പ്രകാശമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്റെ ദുഃഖകാലം ആമേൻ തീർന്നു പോകും. ഏത് ഇരുളടഞ്ഞ അവസ്ഥയിലും, ആമേൻ, ഏത് പ്രശ്നങ്ങൾ നിറഞ്ഞ, ഏത് കാപഠ്യം നിറഞ്ഞ ലോകത്തും, ആമേൻ, നിന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിക്കുന്ന, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഒരു അരിമനാഥനുണ്ടെന്ന് ഇന്ന് പകലിൽ മറന്നു കളയരുത്. ആമേൻ. നിന്റെ ദുഃഖകാലം തീർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. ഇന്നലെ വരെ പിശാച് നിന്റെ ജീവിതത്തിനകത്ത് ശാപത്തിന്റെ കൂമ്പാരം കൊണ്ട്, ആമേൻ, ചെറിയൊരു കാര്യത്തിന് വേണ്ടി, ആമേൻ, ചിലപ്പോൾ ഒരു 10 രൂപയ്ക്ക് വേണ്ടിയായിരിക്കാം, ആമേൻ, ചിലപ്പോ ആമേൻ എന്തെങ്കിലും ഒരു ചെറിയ വിഷയത്തിന് വേണ്ടിയിട്ടായിരിക്കാം, ശാപങ്ങളുടെ കൂമ്പാരത്തിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ശപിച്ചു മുടിക്കുന്ന ദുഷ്ടശക്തികളുടെ, ആമേൻ, ദുഃഖകാലത്തെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിന്റെ തലമുറകളുടെ തലമേൽ നിന്ന് ചില ശാപത്തിന്റെ അനുഭവങ്ങളെ ഇന്ന് പകലിൽ സ്വർഗം എടുത്തു മാറ്റി സ്തുതി എന്ന പേരിന്, സ്തുതി എന്ന പേരിന്, സ്തുതി എന്ന പേരിന് നിന്റെ കുടുംബത്തിൽ നിന്റെ തലമുറകളെ മാറ്റുവാൻ പോകുന്നു. ചൂടബല ശബ്ദന വൈഷമന ഹതനഘടക ശിയാംതനെ അധുനഘടക ശബ്ദനാരകൾ പ്രൗഢവന. എന്നും നിന്നെ ഈ ദുഃഖകാലത്തിൽ തുടരുവാൻ, എന്നും നിന്നെ ആമേൻ അനിന്യരാക്കി തുടരുവാൻ, എന്നും നിന്നെ നിന്ദിക്കപ്പെട്ടവനായി തുടരുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ആ ദുഃഖകാലം തീർന്നു പോകുന്നൊരു സമയം ആസന്നമായെന്ന് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് പറയുക. നിന്റെ അതിരിനകത്ത് ഇനി ഒരു ദുഷ്ടശക്തിക്കും കടക്കുവാൻ കഴിയാതെ വേണം, ഒരു ഇരുളിനും കടക്കുവാൻ കഴിയാതെ വേണം. നിന്റെ മതിലുകൾക്കവൻ രക്ഷയെന്നോ, നിന്റെ വാതിലുകൾക്കവൻ സ്തുതിയെന്നും. ചൂടവാ ശംധാരഘാനഘടക ശംധനാരകൾ പ്രൗഢവന അധുനഘടക ശംധനാരകൾ കടകശി. നിന്റെ ദുഃഖകാലത്തെ മാറ്റുന്നൊരു ദൈവം, ആമേൻ, നിന്റെ വ്യസനകാലത്തെ മാറ്റുന്ന ദൈവം, ആമേൻ, നിന്റെ വേദനയുടെ ഇന്നലകളെ മാറ്റി, ആമേൻ, ദുഃഖത്തെ മാറ്റി യഹോവ നിനക്ക് നിത്യ പ്രകാശമായിരിക്കും. വിശ്വാസത്തോടെ വിളിച്ചു പറ, എന്റെ ദുഃഖകാലത്തെ അവൻ തീർത്ത്, ആമേൻ, എനിക്ക് നിത്യ പ്രകാശമായി എന്റെ സ്വർഗം എനിക്ക് വേണ്ടി അത്ഭുതത്തെ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ ദുഃഖത്തിനും ആമേൻ ഒരു ടൈമുണ്ട്. എല്ലാ ദുഃഖവും അവസാനിക്കുവാൻ ഒരു സമയമുണ്ട്. നടുവാൻ ഒരു സമയമുണ്ടെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, വിതയ്ക്കുവാൻ ഒരു സമയമുണ്ടെങ്കിൽ അത് കൊയ്യുവാൻ ഒരു സമയമുണ്ട്. നിനക്ക് താണിരിക്കുവാൻ ഒരു സമയമുണ്ടെങ്കിൽ നിന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ ഒരു സമയമുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. എന്നും നിന്നെ തകർന്നിരിക്കുവാൻ സ്വർഗം വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. എനിക്കറിയത്തില്ല എന്നും എൻ്റെ ജീവിതത്തിനകത്ത് തകർച്ച മാത്രമേ ഉള്ളൂ എന്ന്, ആമേൻ, പരാജയം മാത്രമേ ഉള്ളൂ എന്ന് നിലവിളിച്ചായിരിക്കുന്ന പ്രിയ കുടുംബമേ, പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തെ നോക്കി വ്യക്തമായി ദൂത് പറയുക. നിന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ ദുഃഖകാലത്തെ മാറ്റി സന്തോഷത്തിന്റെ നാളുകളെ തരുന്ന ജൂഡബ ഹദുന ഹടക ശിയാംധന വൈശമന ഹംദന ഹടക ശിയാംധന ജൂഡമന ഹസിയാംധനേരകൾ പ്രൗഢവന. ഹല്ലേലൂയ. മാനപാത്രമാക്കി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. യോസഫ് ഒത്തിരി നാൾ നിന്ദിക്കപ്പെട്ടവനായിരുന്നു, ഒത്തിരി നാൾ എല്ലാവരും തള്ളപ്പെട്ടവനായിരുന്നു. ആമേൻ. കേൾക്കാത്തത് കേട്ടും ചെയ്യാത്തതിന് ആമേൻ കുറ്റം ചുമത്തിയ, ആമേൻ, ഹല്ലേലൂയ, ഒത്തിരി സ്ഥാനങ്ങളിൽ അപമാനിക്കപ്പെട്ടവനായിരുന്നു. അതിനൊരു ബൗണ്ടറി ഉണ്ടായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. അവനെ തകർക്കാൻ പിശാചൊരുക്കിയ പദ്ധതിക്ക് ഒരു കാലയളവുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ കാലയളവ് കഴിഞ്ഞപ്പോൾ പിന്നെ യോസഫ് നിന്ദിക്കപ്പെട്ടവരല്ല. അവൻ എവിടെ അപമാനിക്കപ്പെട്ടോ, അവൻ എവിടെ തകർക്കപ്പെട്ടോ, അവൻ എവിടെ നിന്ദിക്കപ്പെട്ടോ, ആ സ്ഥാനത്ത്, പ്രൈസ് ദി ലോർഡ്, ആമേൻ, അവന്റെ കുടുംബത്തിനകത്ത് അവൻ ഏതൊക്കെ മേഖലയിൽ കടന്നുപോയോ ആ സ്ഥാനത്തൊക്കെ ദൈവം അവനെ അധിപതിയാക്കി മാറ്റുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം എന്ത്? അവൻ ദർശനം പ്രാപിച്ചവൻ. ഇന്ന് പകലിൽ ദർശനം പ്രാപിച്ച എന്റെ ശബ്ദം കേൾക്കുന്ന, ആമേൻ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ആമേൻ, ഹല്ലേലൂയ, അഭിഷക്തന്മാരെ, ആമേൻ, നിന്റെ ജീവിതത്തിനകത്ത് കടന്നു പോകുന്ന ഓരോ പ്രോസസ്സിങ്ങും, ഓരോ തീച്ചുളയും, ഓരോ നിന്നയുടെ ഘട്ടവും, ആമേൻ, ഹല്ലേലൂയ, അത് നീ പൊളിയാൻ വേണ്ടിയല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്റെ മാറ്റി കൂട്ടാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. നീ നല്ലൊരു ഉരുപ്പടിയായി, ആമേൻ, പുറത്തു വരാൻ വേണ്ടിയാ. നിന്റെ ജീവിതത്തിനകത്ത്
നീ അനുഭവിച്ച ആമേൻ കഷ്ടതയും പ്രയാസവും ഞെരുക്കവും പ്രൈസലോ നിന്റെ ദുഃഖകാലത്തെ അവൻ തീർത്തു തരുന്ന ദൈവം. അവൻ നല്ല ഇടയനാണ്. പ്രൈസലോ അവൻ ആമേൻ നല്ല ഇടയൻ, തന്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നു. പ്രൈസലോ നിന്നെ തകർക്കുവാൻ ഏത് ചെന്നായ വരട്ടെ, ഏത് സിംഹം വരട്ടെ, ഏത് കരടി വരട്ടെ, നിന്റെ ജീവിതത്തിന്റെ ആമേൻ പടകിന് നേരെ ഏത് ചുഴലിക്കാറ്റ് വരട്ടെ, ഏത് ഈശാനമൂലൻ അടിച്ചു വരട്ടെ, ചൂടബാബ നിന്നെ തകർക്കുവാൻ ഒരു ഇരുളിനും കഴിയത്തില്ല. കൂരിരുളിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും നീ ഒരു അനർത്ഥവും ഭയപ്പെടത്തില്ല. കാരണം നിന്റെ കയ്യിലുള്ള അവന്റെ വചനം എന്ന വടിയുണ്ടല്ലോ. ചൂടബാബ ശബ്ദനാരകൾ ഘടകശിയ അധുനഘടക ശബ്ദനാരകൾ പ്രൗഢവന നിന്നെ അനുദിനം ആശ്വസിപ്പിക്കുന്ന കരം. ഒരു അമ്മ താലോലിക്കുന്നതിനേക്കാൾ, ഒരു അപ്പൻ താലോലിക്കുന്നതിനേക്കാൾ നിന്നെ ശ്രേഷ്ഠകരമായി ചേർത്ത് പിടിക്കുന്ന ക്രിസ്തുവിന്റെ ആ നല്ല സ്നേഹത്തെ ഓർത്ത് ഇന്ന് പകലിൽ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അവൻ വെറും വാക്ക് പറഞ്ഞ് നമ്മളെ ആമേൻ ആശ്വസിപ്പിച്ച് വെറുതെ അയക്കുന്ന ഒരു കർത്താവല്ല. പ്രൈസ് ദി ലോർഡ്. അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ മാനിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറയെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആമേൻ, നിശ്ചയമായും സ്വർഗം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത് വാഗ്ദത്തത്തിന്റെ സമയമാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ നെഞ്ചത്ത് കരം വെച്ച് പറ, ഇതെന്റെ വാഗ്ദത്തത്തിന്റെ സമയമാണ്. ഇതെന്റെ തലമുറയുടെ വാഗ്ദത്തത്തിന്റെ സമയമാണ്. ഇതെന്റെ കുടുംബത്തിന്റെ വാഗ്ദത്തത്തിന്റെ സമയമാണ്. ഞാൻ അടുത്തൊരു പടി ചാടി കടക്കുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലോ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. നിന്നെ അവൻ മതിൽ ചാടി കടക്കുവാനുള്ള ഒരു അധികാരത്തെ ചൂടമന അന്തരഘടകശി അന്തന വൈഷമന ഹംദനഘടകശി ആൽക്കപ്രൗഢമന ധീവലഘടക ശബ്ദനെ ചൂടമന ഹതനഘടകശിയാംതന. ഹല്ലേലൂയ, ആമേൻ. നിന്റെ അതിരിനകത്ത് നിന്നെ ഓടിക്കുവാൻ പിശാചൊരുക്കിയ പദ്ധതികളെ ഇന്ന് പകലിൽ സ്വർഗം തകർക്കുകയാ. ഇതിനകത്ത് നീ കരമടിക്കുമ്പോൾ നിന്റെ അതിരിനകത്ത് വെല്ലുവിളിക്കുന്ന ചില ബന്ധനങ്ങളെ ഇന്ന് പകലിൽ സ്വർഗം പൊളിച്ചു മാറ്റുകയാ. ആമേൻ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി പറയുന്നു, നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ തലമുറകൾക്ക് വിരോധമായി പിശാച് കെട്ടിപ്പടുത്തുയർത്തിയ ചില ആഭിചാരക ക്രിയകളുടെ, ചില മന്ത്രവാദ ശക്തികളുടെ ചില കെട്ടുകളെ നിന്റെ ഭവനത്തിന്റെ അടിസ്ഥാനത്തിനകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ പൊളിക്കുക. ആ അതിരിനകത്തിന് സാഹസമില്ല, ആ അതിരിനകത്തിന് ശൂന്യതയില്ല. ആമേൻ, ഹല്ലേലൂയ. ഇനി നിന്റെ അതിരിനകത്ത് ഒരു ദുഷ്ടശക്തിക്ക് നിന്റെ നന്മയെ തകർക്കുവാൻ കഴിയത്തില്ല. ജുഡബ ഹതനഘടകശിയ ആൽക്കപ്രൗഢമന ധീബലഘടക ശബ്ദനാരകൾ പ്രൗഢമന. എനിക്കറിയത്തില്ല, ആ ദേശത്ത് നിന്ന് ഓടിക്കുവാൻ, ആമേൻ, ആ ദേശത്ത് നിന്ന് ഓടിക്കുവാൻ, ആമേൻ, അതിന് നിന്റെ ദേശമല്ലെന്ന് പറഞ്ഞ് നിന്നെ പറിച്ചു മാറ്റുവാൻ പിശാച് മാനുഷികകരവും നിനക്ക് വിരോധമായി ഒരുക്കുന്ന ചില ആഭിചാരങ്ങൾ ഇന്ന് പകൽ ഉറച്ചു നിൽക്ക്, ഇന്ന് പകൽ ഉറച്ചു നിൽക്ക്. ഒരു വലിയ ദൈവപ്രവൃത്തി ചൂടമന ശബ്ദേനെ റഖാനഘടകശി ചില അതിരുകൾക്കകത്ത് ചില ശൂന്യതകളെ അവൻ അഴിക്കുന്നുണ്ട്. വൈഷമന ഹതനഘടകശി ചില ബാധ്യതകളെ, ചില ബാധ്യതകളുടെ ശൂന്യത ഇന്ന് പകലിൽ നിന്റെ അതിരിനകത്തുനിന്ന് അവൻ മാറ്റുകയോ. ആമേൻ. ഇന്ന് പകൽ അതിരിനകത്തുനിന്ന് ചില അന്ധകാര ശക്തികളെ, ആമേൻ, നിന്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി, നിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി, നിന്റെ തലമുറകളെ പോലും ഒരു ആത്മീക കെട്ടുമതിലിൽ വളർത്തുവാൻ കഴിയാത്തവണ് പിശാച് വാദിക്കുന്ന ആ ശൂന്യതയുടെ, ആമേൻ, ആ സാഹസത്തിന്റെ, ആ കഷ്ടതയുടെ, ആമേൻ, ഹല്ലേലൂയ, അതിരുകളെ സ്വർഗ്ഗം ഇന്ന് പകൽ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നു. ജൂഡബാബ ശബ്ദനാരകൾ പ്രൗഢവന ആൽകൽശമന ഘടകശിയാംതനെ വൈഡമന ഹതനഘടക ശബ്ദന. ശൂന്യതയുടെ അതിരിന് വേണ്ട, കഷ്ടതയുടെ അതിരിന് വേണ്ട, നിന്ദയുടെ അതിരിന് വേണ്ട, ആമേൻ, ഹല്ലേലൂയ, രക്ഷയുടെയും സ്തുതിയുടെയും, ആമേൻ, വാതിലുകളെയും മതിലുകളെയും പണിതുകൊണ്ട് ജൂഡബാബ ശബ്ദാരഘാനഘടക ശിയാംതന ജൂഡബലഘടക ശിയാംതനെ ആൽക്കപ്രൗഢവ ഈബലഘടക ശബ്ദാരഘന.
ഹല്ലേലൂയ. ആമേൻ. അവൻ വിശാലത നൽകുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ അതിരുകൾക്ക് വിശാലത നൽകുന്ന ദൈവം. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ആമേൻ. നിന്നെ ഓടിക്കുവാൻ നോക്കുന്നവരുടെ മുമ്പിൽ സ്വർഗ്ഗം പറയുന്നു, നിന്റെ അതിരുകളെ അവൻ വിശാലപ്പെടുത്തുവാൻ പോകുന്നു. ആമേൻ. പിശാച് നിന്നെ തള്ളിയിടാൻ നോക്കുമ്പോൾ സ്വർഗ്ഗം നിനക്ക് ആയുസ്സും ആരോഗ്യത്തെയും നിന്റെ കുടുംബത്തിനകത്ത് വീണ്ടും നൽകിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പിശാച് നിന്റെ ആത്മീക ജീവിതത്തെ തകർക്കുവാൻ പദ്ധതി ഒരുക്കുമ്പോഴും അവൻ കൃപമേൽ കൃപ, അവൻ കൃപമേൽ കൃപ, അഭിഷേകത്തിന്റെ മേൽ, അധികാരത്തിന്റെ മേൽ, ശുശ്രൂഷയുടെ മേൽ അവൻ വാതിലുകൾ വാതിലുകൾ ചൂടബബ ശംതാര കാലഘടകശി അർത്തുന വൈഡ പ്രൗഢവനാരകൾ ഘടകശി അഥാനഘടക ശംതനെ റീവാലഘടക ശംതനാരകൾ പ്രൗഢവന. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് ഒരുങ്ങുവാൻ തയ്യാറാണോ? അപ്പം ഞാൻ സമർപ്പിക്കുവാൻ തയ്യാറാണ്. ആമേൻ. ആ സ്തുതി എൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വരട്ടെ. ആ രക്ഷ എൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വരട്ടെ. എൻ്റെ ദുഃഖകാലം തീർക്കുന്ന ആമേൻ യഹോവ എൻ്റെ ജീവിതത്തിന് വിവിധ മേഖലകൾക്കകത്ത് ഒരു നിത്യപ്രകാശമായി കടന്നു വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം ആമേൻ 4-ാം അധ്യായം അതിൽ 1 മുതൽ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും, പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ച്, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാർ ഒരുത്തി ഇതാ പ്രവാചകന്റെ അടുക്കൽ വന്ന് പറയുന്നു, ആമേൻ ആമേൻ പ്രവാചകൻ മരിച്ചുപോയി. ആമേൻ. അവൻ നിന്റെ മുമ്പിൽ ആമേൻ ഹല്ലേലൂയ വളരെ സത്യസന്ധനും കർത്താവിന്റെ വേലയിൽ കഠിനമായി ഓടിയവനുമായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? ആമേൻ ഹല്ലേലൂയ. ഇപ്പോൾ കടക്കാർ എൻ്റെ 2 മക്കളെയും പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ വിഷയം എന്താ? ആമേൻ. അവരുടെ കടമല്ല വിഷയം. 2 തലമുറകളെയും ഈ കടക്കാർ കൊണ്ടുപോയി അടിമകളാക്കുവാൻ ആമേൻ പദ്ധതി ഒരുക്കുന്നു. ഇന്ന് പകലിൽ വിശ്വാസത്തോടെ ആയിരിക്കുന്ന അമ്മമാരെ, പിതാക്കന്മാരെ, തലമുറകൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ആമേൻ. കടക്കാർക്ക് ലക്ഷ്യം കടമല്ല, നിന്റെ തലമുറയുടെ നന്മയാണ്. ആമേൻ. ഇന്ന് പകലിൽ പ്രസംഗിച്ചു തുടങ്ങിയപ്പോഴേ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറഞ്ഞു, കാരണം കൂടാതെയുള്ള ചില ശാപത്തിന്റെ അനുഭവങ്ങൾ നിന്റെ തലമുറയ്ക്ക് വിരോധമായി, നിന്റെ തലമുറകളുടെ തലയ്ക്ക് മീതെ ചില സാമ്പത്തികം സംബന്ധിച്ച് ചില ശാപത്തിന്റെ കെട്ടുകൾ കിടപ്പുണ്ട്. ഇന്ന് പകലിൽ അഭിഷേകം പ്രാപിച്ച മാതാപിതാക്കളെ അധികാരത്തോടുകൂടി അതിനെ ശാസിച്ച് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് വ്യക്തമായി ആലോചന പറയുക. പ്രൈസ് ദി ലോർഡ്. നിന്റെ അതിരിനകത്ത് കിടക്കുന്ന ശാപങ്ങൾ, ഓ റമന ശിയാംതന, നിന്റെ തലമുറകൾക്ക് മേതെ കുന്നുകൂടി കിടക്കുന്ന ശാപത്തിന്റെ കൂമ്പാരങ്ങൾ ആമേൻ ഇന്ന് പകലിൽ സ്വർഗം എടുത്തു മാറ്റുകയാ. ആമേൻ. ആ കടക്കാരന്മാരുടെ ലക്ഷ്യം ആ തലമുറകളെ അടിമകളാക്കി പിടിച്ചുകൊണ്ട് പോകുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഇത് കണ്ടപ്പോൾ പ്രിയ സഹോദരി വല്ലാതെ പേടിച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മക്കളെ കടക്കാർ ആമേൻ അടിമകളാക്കി കൊണ്ടുപോകുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എലീശ അവളോട് ആമേൻ തിരിച്ചു ചോദിക്കുന്ന മറുപടി ഇതാ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? പ്രിയ ദൈവ പൈതലേ, നിന്റെ ആവശ്യം നീ ദൈവസന്നിധിയിൽ അറിയിക്കുമ്പോൾ സ്വർഗം നിന്നോട് ചോദിക്കുന്ന ചോദ്യം ഇതാ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീട്ടിൽ നിനക്ക് എന്തുണ്ട് എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല എന്നവൾ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. തന്റെ ഭർത്താവ് മരിച്ചതോടുകൂടെ സാമ്പത്തികത്തിന്റെയും ആമേൻ ആമേൻ ദാരിദ്ര്യത്തിന്റെയും കടക്കണിയുടെയും ആമേൻ ജീർണിച്ച അവസ്ഥയിൽ ആമേൻ പ്രിയ സഹോദരിയും തൻ്റെ മക്കളും വേദന അനുഭവിച്ച് ജീവിക്കുന്ന സമയം ആമേൻ ഹല്ലേലൂയ. ആമേൻ ഭർത്താവ് മരിച്ച ദുഃഖം തീരുന്നതിന് മുമ്പേ ഇതാ അവൾക്ക് അവളുടെ മക്കളെയും നഷ്ടമാകുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. പിശാച് കുടുംബത്തെ ചിതറിക്കുന്നു. ആമേൻ കുടുംബത്തിലെ സ്നേഹബന്ധങ്ങളെ, കുടുംബത്തിന്റെ ആശ്രയങ്ങളെ, കുടുംബത്തിന്റെ
കരുതലുകളെ ആമേൻ പറിച്ചു കൊണ്ടുപോകുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന ആമേൻ പ്രിയ കുടുംബങ്ങളെ, ഇന്ന് പകലിൽ ആമേൻ ലോകം കവർന്നു കൊണ്ടുപോയ നിന്റെ തലമുറയിലെ സന്തോഷം, നിന്റെ കുടുംബത്തിന്റെ സന്തോഷം, നിന്റെ ആത്മീക ജീവിതത്തിന്റെ സന്തോഷം ഇന്ന് പകലിൽ സ്വർഗം നിനക്ക് മടക്കി നൽകുവാൻ പോകുന്നു. ആ ദുഃഖകാലത്തിന്റെ അവസാനത്തിന്റെ സമയങ്ങളിലേക്ക് നീ ഈ ദിവസങ്ങൾ വന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അഭിഷിക്തൻ ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? എൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ ആമേൻ മറ്റൊന്നുമില്ല. ആമേൻ. ഇതിനൊരു സൊല്യൂഷൻ കൊടുക്കണമല്ലോ. ആമേൻ. പ്രവാചകൻ പറയുന്നു, ആമേൻ, നീ വീട്ടിൽ ചെന്നിട്ട് അയൽപക്കത്തു നിന്നെല്ലാം ആമേൻ നിനക്ക് ആമേൻ എണ്ണ നിറയ്ക്കുവാൻ പദ്ധതി ഒരുക്കിയിട്ടുള്ള ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ പാത്രങ്ങൾ, വെറും പാത്രങ്ങൾ, ആമേൻ വെറും പാത്രങ്ങൾ വാങ്ങി ആമേൻ ഹല്ലേലൂയ നിന്റെ വീടിനകത്ത് കൊണ്ടുവരിക. ആ ദേശത്ത് നിന്ന്, നിന്റെ ബന്ധുക്കളിൽ നിന്ന്, നിന്റെ അയൽക്കാരിൽ നിന്ന് നിനക്ക് എത്രത്തോളം പാത്രങ്ങൾ ശേഖരിക്കുവാൻ പറ്റുമോ അത്രത്തോളം മേടിച്ച് ആമേൻ ആമേൻ നിന്റെ വീട്ടിനകത്ത് കടന്നു വന്ന് വാതിലടയ്ക്കുവാൻ ആമേൻ ഹല്ലേലൂയ പ്രവാചകൻ പറയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. കർത്താവ് നിന്നോട് പറയുന്ന വാക്ക് ആമേൻ തൽക്ഷണം ആമേൻ അതേ പ്രതി ആമേൻ അനുസരിക്കുവാൻ നമ്മൾ തയ്യാറാണോ? ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? പ്രൈസ് ദി ലോർഡ്. ആമേൻ പറഞ്ഞതിന്താ ആമേൻ ഹല്ലേലൂയ അയൽപക്കത്ത് നിന്ന് ആമേൻ കുറെ വെറും പാത്രങ്ങൾ വാങ്ങി നീ അറയിൽ കടന്ന് ആമേൻ ആ വീടങ്ങ് ക്ലോസ് ചെയ്തേക്ക്. പ്രൈസ് ദി ലോർഡ്. ആമേൻ ചില പ്രാർത്ഥനകൾ അങ്ങനെയാ. ആമേൻ രഹസ്യത്തിലുള്ള പ്രാർത്ഥനകളായിരിക്കണം. ആമേൻ ചില വിഷയങ്ങൾ രഹസ്യമായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ചിലത് പരസ്യമല്ല, ചിലത് രഹസ്യമായിരിക്കണം. ആമേൻ അറയ്ക്കകത്തിരുന്ന് പ്രാർത്ഥിക്കേണ്ടത് അത് അറയ്ക്കകത്ത് തന്നെയായിരിക്കട്ടെ. ആമേൻ ആ ബൗണ്ടറീസ് വിട്ട് അത് പുറത്തു വരരുത്. എനിക്കറിയത്തില്ല, ചിലരോടൊക്കെയുള്ള ദൂതത നിന്നോടുള്ള ആമേൻ പ്രാർത്ഥനയെ കുറിച്ചുള്ള ദൂത, ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ആമേൻ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ തന്നെ കിടന്ന് അത് അഭിഷേകത്തോടെ നീ വിശ്വാസത്തോടെ പ്രവചിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. നിറയപ്പെടലിന്റെ അനുഭവം, ഒരു നിറഞ്ഞു കവിയലിന്റെ അനുഭവം. ചൂടബബ ശബ്ദന അധുനഘടക ശിയാബ്ദനെ ആൽഗൽ പൗഡർ ഈവനഘടക ശബ്ദാരകന വൈഡൽ ഘടക ശിയ. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ. നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് ആമേൻ നിറഞ്ഞത് ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവൾ അവനെ വിട്ടു ചെന്ന് തൻ്റെ മക്കളോട് കൂടെ അകത്ത് കടന്ന് വാതിലടച്ച് അവൻ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്റെ പ്രാർത്ഥന ചിലത് രഹസ്യമായിരിക്കട്ടെ. ആമേൻ. കുടുംബമായി പ്രാർത്ഥിക്കുന്ന ആമേൻ ചില രഹസ്യമായ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് സ്വർഗം നിറഞ്ഞു കവിയുന്ന ചില അനുഭവങ്ങളിലേക്ക് പ്രാർത്ഥനയുടെ മറുപടികൾ നിന്റെ വാതിൽ കവലിൽ എത്തിക്കുവാൻ പോകുക. സ്തുതിയുടെ വാതിലിലേക്ക്, രക്ഷ എന്ന മതിലിനകത്തേക്ക് ജൂഡബബ ശബ്ദാരഘാലഘടകശി അർത്ഥന വൈഡ പ്രൗഢവനാരകൾ പ്രൗഢവന. ചില കരയുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് നീ കരയുന്ന ചില നിലവിളികൾക്ക് സ്വർഗം ഇന്ന് പകല് സ്വർഗം ഇറങ്ങി വന്ന് നിന്റെ ജീവിതത്തിനകത്ത് പ്രതിക്രിയ നടത്തി ചില അത്ഭുതങ്ങളെ ചെയ്യുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ കരയുന്ന കണ്ണുനീരുകൾക്ക് ആമേൻ അവൻ മറുപടി തരുവാൻ പോകുന്നു. നിന്റെ ദുഃഖകാലത്തെ അവൻ മാറ്റുവാൻ പോകുന്നു. നിന്റെ വ്യസനത്തിന്റെ കാലഘട്ടത്തെ അവൻ മാറ്റുവാൻ പോകുന്നു. നിന്റെ കഷ്ടതയുടെ കാലഘട്ടത്തെ ആമേൻ ഹല്ലേലൂയ നിന്റെ നിന്നയുടെ കാലഘട്ടത്തെ, നിന്റെ ഒറ്റപ്പെടലിന്റെ കാലഘട്ടത്തെ സ്വർഗം മാറ്റുവാൻ പോകുക. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൻ തന്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എണ്ണ നിന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഈ പാത്രം നിറഞ്ഞപ്പോഴുണ്ടായ അനുഭവം എന്താ? ഈ ഒരു ഭരണി എണ്ണയെ സ്വർഗം വർദ്ധിപ്പിക്കുവാനിടയായി. എനിക്കറിയത്തില്ല, ചില ബുദ്ധിമുട്ടുകളെ മാറ്റുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക മേഖലയിലെ വർധനവ്, ചില നീരുറവകള്, ചില അടഞ്ഞ വാതിലുകള് നിന്റെ മുമ്പിൽ സ്വർഗം തുറക്കുവാൻ പോകുന്നു. എനിക്കറിയത്തില്ല ആരിലൂടെയൊക്കെയോ ചില നന്മയുടെ വാതിലുകൾ നിന്റെ ബുദ്ധിമുട്ടുകളെ തീർക്കുവാൻ, നിന്റെ കടബാധ്യതകളെ തീർക്കുവാൻ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ സ്വർഗം തുറക്കുവാൻ പോകുക. ജൂഡബല ശംതാരഘാനഘടകശി ആൽക്കപ്രൗഡവന വൈഡൽ ശമനഘടകശി ദീപലഘടക ശംതാരകന
ഹല്ലേലൂയ. ആമേൻ. ആവശ്യവുമായി ആമേൻ ഹല്ലേലൂയ ആമേൻ പ്രവാചകന്റെ അടുക്കൽ പോയ ആ ദാസിക്ക് ആമേൻ ഹല്ലേലൂയ സ്വർഗ്ഗം കൊടുത്ത വലിയൊരു വിടുതലാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ എണ്ണ വിറ്റ് അവളുടെ ബാധ്യത തീർക്കുവാനിടയായി. ആമേൻ ഹല്ലേലൂയ. ഒരു കടത്തിന് വേണ്ടി പിശാച് അപഹരിച്ചത് അവളുടെ 2 മക്കളെയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ തലമുറയെ ലോകത്തിന് അവൻ വിട്ടുകൊടുക്കത്തില്ല. കരയുന്ന മാതാപിതാക്കളെ, ആമേൻ, കരയുന്ന അമ്മമാരെ, ആമേൻ, കരയുന്ന ഭാര്യമാരെ, നിന്റെ ഭർത്താവിനെ ലോകത്തിന് അവൻ വിട്ടുകൊടുക്കത്തില്ല. നിന്റെ ഭാര്യ അവൻ ലോകത്തിന് വിട്ടുകൊടുക്കത്തില്ല. നിന്റെ ആരോഗ്യത്തെ അവൻ രോഗിയാക്കി തീർക്കുവാൻ വിട്ടുകൊടുക്കത്തില്ല. നിന്റെ തലമുറയെ ഒരു കൂട്ടുകെട്ടില് തകർക്കുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ജൂഡബബ ശബ്ദന അടകത്തുനി ദിഗാനഘടക ശബ്ദന. ഇന്നലെ വരെ ഒരുപക്ഷെ ലോകം നിന്റെ തലമുറയുടെ വാഗ്ദത്തത്തെ തടഞ്ഞു വെച്ചേക്കാം, നിന്റെ വിദ്യാഭ്യാസത്തെ തടഞ്ഞു വെച്ചേക്കാം. സ്വർഗം രാജ്യത്തിന്റെ വാതിലുകൾ നിന്റെ കുടുംബത്തിനകത്തേക്ക് ചില വാതിലുകളെ അവൻ തുറക്കുവാൻ പോകുന്നു. ജൂഡബബ ശബ്ദന ഹദനഘടക ശിയാംതനെ അൽഗപ്രൗഡബന ധീമലഘടകശി. എനിക്കറിയത്തില്ല, രാജ്യത്തിന്റെ വാതിലുകൾ ചില വ്യക്തികൾക്ക് വേണ്ടി സ്വർഗം തുറക്കുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില വ്യക്തികളൊക്കെ ഈ നാടിനെ ആമേൻ ടാറ്റ പറയുവാൻ പോവുകയാ. ആമേൻ. നിന്നെ നിന്ദിച്ച ദേശത്ത്, നിന്നെ നിന്ദിച്ച കുടുംബക്കാരുടെ നടുവിൽ, നിന്റെ തകർച്ച കാണുവാൻ നിന്ന കുടുംബക്കാരുടെ നടുവിൽ ആമേൻ നിന്റെ തലമുറ എഴുന്നേൽക്കുവാൻ പോകുന്നു. ആമേൻ. അഭിഷേകമുള്ള നിന്റെ തലമുറ ജുഡബബ ശംതന വൈശാമന ഹദനഘടകശി അൽകന വൈഡമന അതുനഘടക ശംതന. നിന്റെ അതിരിനകത്ത് ഇനി ആ തലമുറയെ ബന്ധിക്കപ്പെട്ടവളായി കാണുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. എന്തിന് കർത്താവേ ഇങ്ങനെ ഒരു തലമുറ? എന്തിനിങ്ങനെ നാണം കെട്ടൊരു കുടുംബജീവിതം? എന്തിനിങ്ങനെ നാണം കെട്ടൊരു സഹോദര ബന്ധം? ആമേൻ. കരയുന്ന ഒത്തിരി പേരുണ്ട്. ആമേൻ. ഇന്ന് പകല് സ്വർഗം പറയുന്നു, നിന്റെ അതിരിനകത്ത് ഇനി ആ സാഹസമില്ല. ആമേൻ. നിന്റെ അതിരിനകത്ത് ഇനി ആ ശൂന്യതയില്ല. ജൂഡബബ ശംതുന അരകൽ പൗഡവന അൽക പൗഡവനെ ധീമലഘടക ശംദാരകന അതുരഘടക ശിയാംദന. നിന്റെ അതിരിനകത്ത് ആ ശൂന്യതയ്ക്ക് ഇനി യാതൊരുവിധ സ്ഥാനവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒത്തിരി വർഷം കൊണ്ട് നിന്നെ പിശാച് ഒറ്റയ്ക്കാക്കി ബന്ധിച്ചു. സ്വർഗം പറയുന്നു, ആ ഒറ്റപ്പെടലിനൊരു വിരാമം. ജൂഡബ ഹദനഘടകശി അൽകൽ ശമന വൈഡമന. അവൻ എനിക്കറിയത്തില്ല, ഒറ്റയ്ക്ക് സഞ്ചരിക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി നീ വല്ലാതെ കരയുന്നുണ്ട്. ആമേൻ. നീ വല്ലാതെ കരയുന്നുണ്ട്. ഒറ്റയ്ക്ക് മടുത്തപ്പോ ചൂരച്ചെടിയുടെ ആമേൻ ഹല്ലേലൂയ ആമേൻ തണലിൽ കിടന്ന് കരയുന്നുണ്ട്. മതി കർത്താവേ, ഇനി ഒറ്റയ്ക്ക് എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. ഒറ്റയ്ക്ക് എനിക്ക് ഇനി പറ്റത്തില്ല കർത്താവേ. സ്വർഗം പറയുന്നു, യഹോവ നിന്റെ നിത്യപ്രകാശമാകുവാൻ പോകുന്നു. ആമേൻ. നിന്റെ അതിരിനകത്ത് ശൂന്യതയില്ല, നിന്റെ അതിരിനകത്ത് നിന്നയില്ല, നിന്റെ അതിരിനകത്ത് ഒറ്റപ്പെടലിന്റെ ആമേൻ കഷ്ടതയില്ല. ജൂഡബബ ശംധനാരകൾ പ്രൗഢവന അതുനഘടക ശംധനേരകൾ പ്രൗഢവനെ വൈഡനാരകൾ ശമനഘടകശി. ആമേൻ. ഹല്ലേലൂയ. വർഷങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ആമേൻ ചില തീച്ചൂളകളുടെ അനുഭവങ്ങൾ ഓരോ വർഷം കഴിയുന്നോറും അണയുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ആമേൻ തീയിൽ നിന്ന് ആമേൻ ആളിക്കത്തൽ ആമേൻ കൂടുന്നതല്ലാതെ, തീച്ചൂള വർദ്ധിക്കുന്നതല്ലാതെ ആമേൻ നിന്റെ ജീവിതത്തിനകത്തൊരു പരിഹാരമില്ല. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ആ തീക്കകത്ത് വെന്തു പോകാതെ നിന്നെ കരുതിയൊരു കരമുണ്ട്. ആ തീ നിന്നെ ദഹിപ്പിക്കത്തില്ല. ആ തീ നിന്നെ വെന്തു കളയുവാൻ സമ്മതിക്കത്തില്ല. ജൂഡബബ ശമനഘടക ശ്രീയാംധന ചില ലോകത്തിന്റെ വിധിയെഴുത്തുകൾ, ലോകം നിനക്ക് ചുമത്തിയ ചില പേരുകൾ ആമൻ സ്വർഗം എടുത്തു മാറ്റുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, ആമൻ ലോകം ചുമത്തിയ ചില പേരുകൾ, ആമൻ ലോകം വിധി എഴുതിയിട്ടേക്കുന്ന ചില പേരുകൾ, നിന്റെ കുടുംബം എന്നും അങ്ങനെ, എന്നും അവൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു ആമൻ ലോകം എഴുതുന്ന ചില വിധികൾ, ആമൻ നിന്റെ കൂടെ നിൽക്കുന്നവര്, ആമൻ നിന്റെ പ്രാണ സ്നേഹിതർ പോലും നിനക്ക് വിരോധമായി കുതുകാലി ഉയർത്തുമ്പോൾ ഇന്ന് പകൽ വിശ്വാസത്തോടെ പറ, യഹോവ എന്റെ നിത്യപ്രകാശമാ, എന്റെ ദുഃഖകാലം തീർന്നു പോകും. യഹോവ എന്റെ നിത്യപ്രകാശമാണ്. അവൻ എന്റെ ദുഃഖകാലത്തെ അവൻ തീർക്കുന്ന നല്ല നാഥന. ജുഡബന ഹതന ഘടകശിയാംധനെ വൈഡൽ ശമന ഘടകശിയാംധന. അവൻ നിന്റെ ദുഃഖത്തെ മാറ്റുന്ന നല്ല കർത്താവ്, നിന്റെ വേദനകളെ മാറ്റുന്ന കർത്താവ്, കുടുംബ ജീവിതത്തിന്റെ തകർച്ചകളെ പണിയുന്ന കർത്താവ്.
കർത്താവ്. ആമേൻ. തലമുറകളിലെ മദ്യപാന ശക്തികളെ മാറ്റുന്ന കർത്താവ്. ആമേൻ. ഭർത്താവിന്റെ മദ്യപാന ശക്തികളെ മാറ്റുന്ന കർത്താവ്. ബിസിനസിന്റെ തകർച്ചകളെ മാറ്റുന്ന കർത്താവ്. തലമുറകളിലെ ബന്ധനങ്ങളെ അഴിക്കുന്ന കർത്താവ്. ആമേൻ. ഹല്ലേലൂയ. രോഗങ്ങളെ അഴിച്ചു മാറ്റുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഹല്ലേലൂയ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? ഇരിക്കുന്ന സ്ഥാനങ്ങൾ നിന്നേറ്റാട്ടെ. ആമേൻ. കർത്താവെ, ഞാൻ സമർപ്പിക്കുന്നപ്പോ ഞാൻ അപ്പന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവേ. എന്നെ നീ വീഴാതെ നിർത്തണമേ കർത്താവേ. എൻ്റെ കുടുംബത്തെ ആമേൻ നീ കാക്കണമേ അപ്പാ. എൻ്റെ ദുഃഖത്തിന്റെ കാലഘട്ടത്തെ നീ മാറ്റണമേ. എൻ്റെ അതിരുകൾ വിശാലമാകട്ടെ. എൻ്റെ ശുശ്രൂഷയുടെ വാതിലുകൾ ഓപ്പൺ ആകട്ടെ. എൻ്റെ കുടുംബ ജീവിതത്തിന്റെ തകർച്ചകൾ മാറണമേ. എൻ്റെ തൊഴിലിടം അനുഗ്രഹിക്കപ്പെടണമേ. ഞാൻ കാരണം എൻ്റെ തൊഴിലിടം വർദ്ധിക്കട്ടെ. എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണമേ. എൻ്റെ മിനിസ്ട്രി വർദ്ധിക്കട്ടെ. ചുടബല അന്ധനാരകൾ ശമനഘടക ശിയാംധനെ വൈഡൽ ശമന ഹസ്തുനീരി ഘാനഘടക ശംധന. തകർച്ചകളെ പണിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ഇല്ലായ്മകളെ ശൂന്യവളകളെ നിറയ്ക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ശൂന്യതകളെ നോക്കി വിളിച്ചു പറ. ഒരു നിറഞ്ഞ കവിയലിന്റെ അനുഭവം സ്വർഗം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുന്നു. ശൂന്യതകളെ പണിയുന്ന സാന്നിധ്യത്തിനായി ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. ഇന്ന് പകലിൽ ഹല്ലേലൂയ ആ നല്ല കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജയം ജയം. ഹല്ലേലൂയ. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. പാപത്തെയും രോഗത്തെയും ക്രൂശിൽ മേൽ താൻ വഹിച്ചു. പാപത്തെയും രോഗത്തെയും ക്രൂശിൽ മേൽ താൻ വഹിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ ഒപ്പിച്ചു. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോ. ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോ. വൈരിയുടെ എതിർപ്പുകൾ പാലിക്കയില്ലേ. വൈരിയുടെ എതിർപ്പുകൾ പാലിക്കയില്ലേ. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. വാദ്യാഘോഷങ്ങളോട് നാം ജയത്തിന്റെ പാട്ടുകൾ. വാദ്യാഘോഷങ്ങളോട് നാം ജയത്തിന്റെ പാട്ടുകൾ. ആഘോഷമായി പാടിടുക ശുദ്ധിമാന്മാർ സഭയിൽ. ആഘോഷമായി പാടിടുക ശുദ്ധിമാന്മാർ സഭയിൽ. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം. യേശുനാഥൻ ജയം ജയം എപ്പോഴും. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കാഹളങ്ങൾ ഊരിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. കാഹളങ്ങൾ ഊരിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപില. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപില. നായകനായുള്ളതിനാൽ ജയം ജയം എപ്പോഴും. നായകനായുള്ളതിനാൽ ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ ഹല്ലേലൂയ
ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്ന യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ശൂന്യതകളെ നിറയ്ക്കുന്ന ഇല്ലായ്മകളെ മാറ്റുന്ന ദൈവത്തിന്റെ അത്ഭുത സാന്നിധ്യം ചലിക്കുന്ന യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ദേവത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു, പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു, സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു, സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. നടന്ന വഴികളിൽ നിന്നും ഒരുപാട് ഒരുപാട് എന്റെ കർത്താവിനെ എവിടെയൊക്കെ നീ നിന്ദിക്കപ്പെട്ടു, എവിടെയൊക്കെ നീ തലകുലിക്കപ്പെട്ടു, അവിടെ എന്റെ കർത്താവിന്റെ മാനം എന്റെ അപ്പന്റെ നാമം ഉയർത്തുവാൻ വിട്ടുകളഞ്ഞു നിന്റെ കുറവുകളെ ക്ഷമിക്കുവാൻ യേശുവിന് കഴിയും. നിന്റെ പാപത്തെ ക്ഷമിക്കുവാൻ യേശുവിന് കഴിയും. നിന്റെ ജീവിതത്തിൽ വന്നുപോയ ബലഹീനതകൾ പ്രിയ മകനെ രക്തത്താലും വചനത്താലും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ മകൻ ദൈവത്തിലുള്ള മകനാണ്. ഇന്ന് ഈ മകൻ അങ്ങേക്ക് പ്രയോജനപ്പെടേണ്ട മകനാണ്, ഈ ലോകത്തിലുള്ളവനല്ല. ഓ രാധാരാശി രക്തത്താലും വചനത്താലും പ്രിയ മകനെ മുദ്രയിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സാന്നിധ്യമാക്കി പരിപാലിക്കും. കൂടുതൽ കർത്താവിന് എന്തിന് ജീവിക്കുന്നു എന്ന് ചോദിച്ചു, നീ ഒരാണോ എന്ന് ചോദിച്ചു, നിന്നെ തള്ളിക്കളഞ്ഞു പോയ നിന്റെ ഭാര്യ കൊള്ളാത്തവരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതിന്റെ കുടുംബത്തെ അവിടെ എന്റെ കർത്താവിനെ കൊള്ളാകുന്നവരാക്കി യേശുവിൻ നാമത്തിൽ താങ്ക് യു ജീസസ്, താങ്ക് യു മകനെ ഗ്രഹങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങേക്ക് പ്രയോജനപ്പെടേണ്ട മകൻ, അങ്ങ് സ്നേഹിക്കുന്ന മകൻ, പലപ്പോഴും പരാജയത്തിന്റെ വഴികളിലൂടെ നടന്നു യേശു കണ്ടിട്ടുണ്ട്. ഈ വൈകുന്നേരം എന്റെ യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. ദൈവങ്ങളൊന്ന് ഏൽപ്പിച്ചുകൊണ്ട് നിന്റെ കുടുംബത്തിൽ നിന്നെ അറിയുന്ന ഒത്തിരി പേരുടെ മധ്യത്തിൽ ഈ കാലഘട്ടത്തിൽ നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ നിന്റെ മാതാവിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരിന് മറുപടിയായി കരയുന്ന ഒത്തിരി പേർക്ക് ആശ്വാസമാകുവാൻ തക്കവല്ല ഈ വൈകുന്നേരം
നേരം എനിക്കറിയത്തില്ല. നീ യേശുവിന് നിന്റെ ജീവിതത്തെ സമർപ്പിക്കുവാൻ തയ്യാറാകുന്നു. നീ യേശുവിനെ നിന്നെ ഒന്ന് വിട്ടുകൊടുക്കും. യേശുവിൻ മകൻ അങ്ങേക്ക് പ്രയോജനപ്പെടേണ്ട മകൻ സമപ്രായക്കാരുടെ മധ്യത്തിൽ ഇവനൊരു വ്യത്യസ്തനാണ്. ഓ യെസ്, നീ ഒരു വ്യത്യസ്തനാണ്. നീ ഒരു വ്യത്യസ്തനാണെന്ന് മറ്റുള്ളവർ പറയുവാൻ തക്കവണ്ണം യേശുവിൻ നാമത്തിൽ ഓ രാധാര ശാഖ എലീശയിൽ നിന്ന് ഏലിയാവിലേക്ക് എലീശയിലേക്ക് പകരപ്പെട്ട ഇരട്ടി പങ്കെടുക്കാൻ ഓ രാധാര ശാഖ നീ ഒരു വ്യത്യസ്തന. ആമേൻ. നിന്റെ ചിന്ത വ്യത്യസ്തമാണ്, നിന്റെ വഴികൾ വ്യത്യസ്തമാണ്, നിന്റെ നടപ്പ് പലപ്പോഴും അത് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല. നീ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല. നിന്റെ സംസാരം മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല. ഇന്ന് വൈകിയ വേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ചിലർ തിരിച്ചറിയുവാൻ തക്കവണ്ണം കാളയെ വിട്ടിട്ട് ഓ മരക്കോപ്പ് ആലയോ മുറിച്ചു കളഞ്ഞ് ഇറങ്ങി തിരിച്ച എലീശായിലെ വ്യത്യസ്തനെ തിരിച്ചറിഞ്ഞതുപോലെ നിന്നെ ചിലർ തിരിച്ചറിയുവാൻ പോകുക. നീ ദൈവങ്ങൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. യേശുവേ എന്ന് വിളിക്കുക. യേശുവേ, യേശുവേ. ഈ മകനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പലപ്പോഴും ചോദിച്ച പല ചോദ്യങ്ങളും ഉത്തരം കിട്ടില്ല ദൈവത്തിന്റെ ഉത്തരമുള്ള സ്ഥലത്താണ് എന്തിന് ജീവനോട് ശേഷിപ്പിച്ചത് ജീവനോട് ചോദിച്ചു പല ചോദ്യങ്ങൾക്കും എന്റെ കർത്താവ് ഉത്തരം തരുവാൻ നീ കേൾക്കുവാൻ ആഗ്രഹിച്ച വാക്കുകളുണ്ടല്ല. ചില തകർച്ചകളെ പണിതുകൊണ്ട് കൺമുമ്പിൽ കാണുന്ന സന്തോഷങ്ങളെ കവർന്ന് നിന്റെ അനുഗ്രഹങ്ങളെ കവർന്ന് പലതിനെ നിന്റെ കൺമുമ്പിൽ നിന്റെ കൈക്കകത്തൊന്നും എടുത്തുകൊണ്ടുപോയി പറയാ നിന്റെ കൈക്കുള്ളിൽ നിന്ന് ചിലതിനെ ശത്രു എടുത്തുകൊണ്ട് നിന്റെ കൈക്കുള്ളിൽ നിന്ന് ചില വിലമതിക്കുന്ന ചിലതിന് നന്മയായി തീരേണ്ടത് ഈ വൈകികളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നിന്നെ പ്രയോജനപ്പെടുത്തും. നിന്റെ കൈയിൽ നിന്ന് പോയതിന് ഇന്ന് ചില ശൂന്യതകളുണ്ട്. നിന്നെ കരയിപ്പിക്കുന്ന നിന്റെ ഭവനത്തിനകത്ത് വലിയ നിരാശ കൊണ്ടിരുന്ന ചില ശൂന്യതകളുണ്ട്. ഓ സ്തോത്രം, കൈയിൽ നിന്ന് ചോർന്നു പോയതിന് തിരികെത്താൻ ആ ശൂന്യത എന്റെ ദൈവം രക്തത്താലും പ്രിയ മാതാവിന്റെ മുദ്രയ്ക്ക് ഞങ്ങൾ പലപ്പോഴും ഉദര സംബന്ധമായി തനിക്ക് വെളിപ്പെടുന്ന രോഗത്തിന്റെ മണ്ഡലം യേശുവിനാമത്തിൽ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് സൗഖ്യമാക്കി. ഓക്കെ, ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ടൊരു തോന്നി. ഇവൻ വാഹനം ഓടിക്കുമോ, വണ്ടി ഓടിക്കുമോ? ദൈവാത്മാവ് ശക്തമായിട്ടൊരു ദൂത് പറഞ്ഞത് ഇവനെ തകർത്ത് കളയുവാൻ, വഴിതലയ്ക്കൽ തകർത്ത് കളയുവാൻ പിശാച് ശക്തമായി വെല്ലുവിളിക്കും. നീ തെരഞ്ഞെടുപ്പിനകത്ത് കിടക്കുന്ന ഒരു മകനാ, മനസ്സിലായി? നീ ഒരു ദാവീദാ. നീ കർത്താവിന്റെ ഈ പുസ്തകം ചുമക്കാനുള്ളവനാ. നിന്റെ മേൽ ആ വാഗ്ദത്തമുണ്ട്, മനസ്സിലായോ? നീ ഇതുപോലെ കർത്താവിനെ ഇതുപോലെ അനേക പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ദൈവത്തിന്റെ വചനം, ഈ ബൈബിൾ ഉയർത്തി നീ പാടുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവനാക്കി കർത്താവ് നിന്നെ തീർക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ആ വാഗ്ദത്തം നിന്റെ മേൽ കിടപ്പുണ്ട്. പക്ഷേ ഈ വാഗ്ദത്തത്തെ ചവിട്ടി മെതിക്കുവാൻ പിശാച് നിന്നെ നോട്ടമിട്ട് നടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതമില്ലാത്ത സകല പദ്ധതികളെയും ക്യാൻസൽ ചെയ്ത് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ സറണ്ടറായി പ്രാർത്ഥിക്കുമെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, നിന്റെ വിദ്യാഭ്യാസം, ആമേൻ, ഹയർ സ്റ്റഡീസ് നീ ചെയ്യുന്നത്, ആമേൻ, ദൈവിക വാഗ്ദത്തമുള്ള രാജ്യങ്ങളിലായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നിന്നോട് അറിയിക്കുന്ന ഒരു ദൂത, നിനക്ക് ആഗ്രഹമുണ്ട് പലതും ചെയ്യണമെന്നും, ആമേൻ, പലതുമായി തീരണമെന്ന് നിന്റെ ജീവിതത്തിനകത്ത് നീ ഒത്തിരി, ആമേൻ, കേട്ടിട്ടുള്ളതാ. പക്ഷേ അതിനേക്കാൾ ഉപരി പരിശുദ്ധാത്മാവ് ഞാൻ പറയേണ്ട, ആമേൻ, പേഴ്സണലി പറയാമെന്ന്, ആമേൻ, ചിന്തിച്ചിട്ടും,
ആമേൻ ഈ ശബ്ദം കേൾക്കുന്ന ഒത്തിരി പേർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. Thank you, Lord. ആമേൻ നിന്റെ മേൽ ആ വാഗ്ദത്തം കിടപ്പുണ്ട്. ആമേൻ നിന്റെ കുടുംബത്തിനകത്ത് ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാ. പ്രൈസ് ദി ലോർഡ്. ദാവീദാ ആമേൻ ആ കുടുംബത്തിനകത്ത് ആമേൻ നിന്റെ അമ്മയപ്പന്മാരിൽ എത്ര സഹോദരങ്ങളുണ്ടോ അവർക്ക് എത്ര മക്കളുണ്ടോ എന്നതിലല്ല വിഷയം, നിന്റെ മേൽ തെരഞ്ഞെടുപ്പ് കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ നീ ദാവീദാ, നിന്റെ മേൽ ദൈവം അധികാരം തന്നു ചില മല്ലനായ ഗോലിയാത്തുമാരെ പിടിച്ചടക്കുവാനുള്ള അഭിഷേകത്താൽ ആമേൻ പ്രൈസ് ദി ലോർഡ് പരിശുദ്ധാത്മാവ് ഈ പെട്ടകം നിന്നെ കൊണ്ട് ചുമപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ ദൈവത്തിന്റെ ആത്മാവ് തന്നൊരു വചനം ഞാൻ നിനക്ക് കേൾപ്പിച്ചു തരാം. ആമേൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:10. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:10 നോട്ട് ചെയ്തോണേ. ആമേൻ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആമേൻ റിപ്പീറ്റ് 41:15 വീണ്ടും പറയുന്നു, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ ആമേൻ മെതിവണ്ടിയാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. നിന്റെ മേൽ വാഗ്ദത്തമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. നമ്മൾ ഇനി കാണുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ആമേൻ പക്ഷെ നിന്റെ മേൽ ആ വാഗ്ദത്തം പ്രൈസ് ദി ലോർഡ് അത് ആമേൻ സ്വർഗ്ഗം നിന്നെ ബ്ലെസ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ നീ രാജ്യങ്ങൾ കടക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഈ പുസ്തകം നിന്നെ ചുമക്കുന്നവനാക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. ദൈവിക വാഗ്ദത്തം കിടപ്പുള്ള തലമുറയെ തകർക്കുവാൻ ആമേൻ പിശാചിന്റെ 4 വട്ടം ആമേൻ ചുറ്റി ആമേൻ നിന്നെ തകർക്കുവാൻ പദ്ധതി ഒരുക്കും. പക്ഷേ ദൈവഹിതമില്ലാത്ത പദ്ധതികളെ ക്യാൻസൽ ചെയ്ത് ആമേൻ ദൈവ പദ്ധതിക്കകത്ത് നീ വീഴുമെങ്കിൽ പ്രൈസ് ദി ലോർഡ് നീ ഒരു ദാവീദായി മാറുമെന്ന് ആമേൻ പരിശുദ്ധാത്മാവ് ആമേൻ നിന്നോട് വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ നിന്റെ മേൽ ഒരു പ്രത്യേക അഭിഷേകത്തിന്റെ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഒരു വ്യത്യസ്ത തലത്തിലേക്ക് ആമേൻ ഹല്ലേലൂയ നിന്നെ കർത്താവ് എടുത്ത് മാറ്റും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരുപക്ഷെ നിന്നെ ലോകം പറയും നീ പൊട്ടനും ഊമനും ആമേൻ നിനക്ക് സംസാരിക്കുവാൻ കഴിവില്ലാത്തവനും ആമേൻ യോഗ്യത ഇല്ലാത്തവനുമെന്ന് ലോകം നിന്നെ തള്ളും. പക്ഷേ ആമേൻ അഭിഷേകമുള്ള നിന്നെ ലോകത്തിന് ആമേൻ പൊക്കി നടക്കണ്ട, സ്വർഗം നിന്നെ ഉയർത്തേണ്ട സ്ഥാനത്ത് കൊണ്ടെത്തി നിന്നെ മൂർച്ചയേറിയതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി സ്വർഗം പണിയും. പ്രൈസ് ദി ലോർഡ്. ഈ മോന് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങിക്കൊള്ളണം. ആമേൻ ഇവന്റെ വിദ്യാഭ്യാസമൊക്കെ ഇവർ രാജ്യങ്ങൾ കടന്ന് ആമേൻ ചെയ്യത്തക്ക രീതിയിൽ ഇവന് വേണ്ടി സ്വർഗം വാതിലുകളെ ഓപ്പൺ ചെയ്യുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനുഭവിക്കുന്ന കുടുംബത്തിന്റെ നിന്ദകൾക്കും കണ്ണുനീരുകൾക്കും ആമേൻ ഇരട്ടി പ്രതിഫലം തരുന്ന രീതിയിൽ തലമുറകളിലൂടെ ആ കുടുംബത്തിനകത്ത് ഒരു മാന്യതയുടെ പുതപ്പ് ആമേൻ ഒന്നുമില്ലാത്തവരെന്ന് മുദ്ര കുത്തപ്പെട്ട ആമേൻ ആർക്കും വേണ്ടാത്ത ആമേൻ എനിക്കറിയത്തില്ല ഒന്നിനും കൊള്ളാത്തൊരു ദേശത്താ പാർക്കുന്നത്. ആമേൻ സ്വർഗം ഇന്ന് പകൽ ദൂത് പറയുന്നു, നിന്റെ അതിരിനകത്ത് ഇനി സാഹസം നിന്നയിനില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ എന്നോട് കർത്താവ് അങ്ങനെ പറഞ്ഞ ഒരു കൊണവും പിടിക്കാത്ത ഒരു കീറാമുട്ടി ദേശത്ത് നിങ്ങൾ താമസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ പട്ടണത്തിനകത്ത് നിന്ന് നിന്റെ തലമുറയെ രാജ്യങ്ങൾ കടന്ന് ദൈവിക വാഗ്ദത്തം പ്രാപിപ്പാൻ സ്വർഗ്ഗം പുറത്തു കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. സെപ്പറേറ്റ് നിന്റെ പ്രാർത്ഥന മുറികൾക്കുള്ളിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ചില വിഷയങ്ങൾ രഹസ്യമായി അറയിൽ കടന്ന് വാതിലടച്ചോ തലമുറകളുമായി ഡിസ്കസ് ചെയ്ത് പ്രാർത്ഥിച്ചു തുടങ്ങി. പകരപ്പെടൽ ചൂടബാബ ശബ്ദന വൈഡൽ ഘടക സിയംതന വൈഡമന ഹദന ഘടക സിയംതന ചൂടബാബ ശബ്ദനാരകൾ ഘടകസി. ആമേൻ ചിലത് രഹസ്യമായി പ്രാർത്ഥിച്ചു ആമേൻ പരസ്യമായി മറുപടി മേടിക്കുവാൻ പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് വൈകിയ വേളയിലും ആത്മാവിന്റെ വലിയ സാന്നിധ്യം തിരിച്ചറിഞ്ഞവർ, ആ ദൈവത്തിന്റെ ശബ്ദം കേട്ടവർ, ദൈവത്തിന്റെ ആലോചനകൾ കൊത്തവണ്ണം പ്രാപിക്കുവാൻ പോകുന്നവർ, അപ്പാ ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ വലിയ സാന്നിധ്യം ഈ പ്രിയ പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.